ഹായ് ഗായ്സ്, ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ രണ്ടാൾ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടാ. എങ്ങോട്ടുമല്ല, നമ്മളെ പെങ്ങൾക്ക് ഇന്ന് ലൈസൻസിൻ്റെ ടെസ്റ്റാണ് വരുന്നത്. അപ്പോൾ രാവിലെ തന്നെ എന്നെ ഓൾ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് നിർത്തി ഞങ്ങൾ രണ്ടാളും പോയിട്ടാണ്. പോയപ്പോൾ ഓളാണ് വണ്ടി ഓടിച്ചത്. കാരണം ഓൾക്കാണല്ലോ ലൈസൻസ് എടുക്കാൻ പോകേണ്ടത്. അപ്പോൾ ഓളെന്നെ ഓടിച്ചോട്ടെ വിചാരിച്ചു. അപ്പോൾ ഓടി എത്തൂലെന്ന് കണ്ടപ്പോൾ ഞാൻ തന്നെ വണ്ടി ഓടിച്ചു. കാരണം 6 മണിക്ക് ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ എത്താനുള്ളതാണ്. കാരണം 6 മണിക്ക് പോയി കഴിഞ്ഞാൽ ഓൾക്ക് ട്രെയിലും കാര്യങ്ങളൊക്കെ അടിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഓടിച്ചിട്ട് ഗ്രൗണ്ടിൽ എത്തിച്ചു കൊടുക്കും. സമാവാത്തും ബുറാക്കിലേറീം യഹറ്റം സാറഫോടേം റസൂലും പാരീ. പിന്നെ ബാക്കിയുള്ള കാര്യം പിന്നെ എങ്ങനെ വരണ്ടെന്ന് പറയണ്ടല്ലോ. അവളെ ബാഗ് നമ്മളെടുത്തായി, പണി അമ്മക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഇതേറ്റ് നടക്കണം. ഇതാണ് നമ്മുടെ ടാസ്ക്. അപ്പം പോവാല്ലേ? ഓക്കെ. സ്റ്റോപ്പിലിട്ടാ പിന്നെയുള്ള പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും സമയം നീക്കാന്നുള്ളത്. ഏതായാലും എങ്ങനെ നീക്കിയിട്ട് നീങ്ങണില്ല. പിന്നെ നമ്മളെ ചൊറുക്കും നോക്കിയിരുന്ന് നമ്മൾ കുറച്ചൊക്കെ അങ്ങോട്ട് നീക്കി. പിന്നെയുള്ള പരിപാടി തന്നെ എച്ചും എട്ടിട്ടുണ്ട് കണ്ടിരിക്കുക എന്നല്ലാതെ വേറെ ഓപ്ഷനില്ലേ. ഇത് കാണാന്നല്ലാതെ വേറെ ഒർക്കും പോകാനും പറ്റൂലേ. ഓളുണ്ടല്ലോ അവിടെ. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ ഇരിക്കണ സമയത്ത് ഓളൊരു പേപ്പറേറ്റും വരുന്നുണ്ട്. ഓളെന്തൊക്കെയാണ് സർട്ടിഫിക്കറ്റ്. ഏതായാലും അത് കഴിഞ്ഞ് ഏമ്മമാരെ ഓല പരിപാടിയും തുടങ്ങിയിട്ടാ. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. എന്റെ അമ്മ അനാവശ്യമായിട്ട് സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കരുത്. കുഴി ഒരു ചെറിയ കുഴി ഉണ്ട്, പേടിച്ചാ വലിയ കുഴി വന്നാൽ എന്ത് ചെയ്യും? എന്നിട്ടാണുള്ള പരിപാടിയാ. ദേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിയർ മാറുമ്പോ ക്ലച്ച് അമർത്തണമെന്ന്. അപ്പൊ ആക്സിലേറ്ററോ? അത് പിന്നല്ലേ. ഓ, ഈ നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് താഴോട്ട് നോക്കരുതെന്ന്. പിന്നെ ക്ലച്ച് ഏതാണെന്ന് അറിയണ്ടേ? ക്ലച്ച് നിങ്ങളെ കാലിന്റെ ലെഫ്റ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ. ഓ അത് ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? ഒന്നാം കട്ട ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചു എടുക്കണം. അപ്പൊ ബ്രേക്കോ? ബ്രേക്ക് ഇടുന്നതെല്ലാം കൂടി പണ്ടാറടിക്കാൻ ശേഷം. ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? അധികം ചൂടാവൊന്നും വേണ്ട. JK കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസറാണ് ഞാൻ. താൻ എന്റെ കീഴിൽ പണിയെടുക്കുന്ന വെറും ഒരു മേസ്ത്രി, അത് മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ ഓടിച്ചോളി. നിങ്ങളോ? അല്ല സാറിന് തോന്നിയല്ല ഓടിച്ചോ. ഞാൻ ഓടിക്കും. ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അതിനാരെതിരെന്ന് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ അല്ല സാറ് തന്നെ അങ്ങോട്ട് ഓടിച്ചോ. ഞാൻ ഓടിക്കാം.